ഹലോ ഡിയർ സ്റ്റുഡൻസ്, എക്സൽ കോഴ്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ എക്സലുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോർമുലയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം എക്സൽ ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണത്. പ്രൈമറിലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കാൽക്കുലേഷൻ നടത്താൻ വേണ്ടിയിട്ടും ഡാറ്റ അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യാവുന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. സോ എന്താണ് ഫോർമുല നമുക്ക് നോക്കാം. ഓക്കെ, ഫോർമുല ഇൻ എക്സൽ ആർ ബേസിക്കലി മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ദാറ്റ് യൂസ് സെൽ റെഫറൻസ് ആസ് ആർഗ്യുമെന്റ്സ്. എക്സൽ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെയാണ് നമ്മൾ ഫോർമുല എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, അഡീഷൻ, ഡിവിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതിൻ്റെയൊക്കെ സിമ്പിൾ വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയാം. അത്തരം മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർമുല എന്ന് പറയുന്നത്. ആൾ ഫോർമുലാസ് ഇൻ എക്സൽ നീഡ് ടു ബി പ്രിസീഡഡ് ബൈ ആൻ ഈക്വൽ സൈൻ. എക്സലിൽ നമ്മൾ എന്ത് ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്തും, എക്സൽ എന്തൊരു ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും ആ ഫോർമുലയ്ക്ക് മുന്നേ നമ്മൾ എന്ത് സിമ്പിൾ ഇട്ട് കൊടുക്കണം? ഈക്വൽ സിമ്പിൾ, സമത്തിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈക്വൽ സിമ്പിൾ അപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്തുള്ളൂ? എക്സൽ നമുക്ക് ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്ത് തരുള്ളൂ. സോ എക്സലിൽ ഫോർമുല എന്താണെന്നാണ് നമ്മൾ നോക്കിയത്. ഇപ്പോൾ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓർ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അപ്ലൈഡ് ഇൻ എക്സൽ. എക്സലിൽ ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് സിമ്പിളാണ് കൊടുക്കേണ്ടത്? ഈക്വൽ സിമ്പിൾ കൊടുക്കണം. ഈക്വൽ സിമ്പിൾ കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എക്സൽ വെച്ചിട്ട് നമുക്ക് ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സൽ നമുക്കൊരു ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്ത് തരണമെങ്കിൽ ആ ഫോർമുലയ്ക്ക് മുന്നേ, നമ്മൾ അപ്ലൈ ചെയ്ത ഫോർമുലയ്ക്ക് മുന്നേ നമ്മൾ എന്ത് സിമ്പിൾ ഇട്ട് കൊടുക്കണം? ഈക്വൽ സൈൻ ഇട്ട് കൊടുക്കണം, ഈക്വൽ സിമ്പിൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയാണ് എക്സലിൽ ഫോർമുല വെച്ചിട്ട് ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാൻ നോക്കാം. ഇവിടെ ഞാൻ ഒരു ഡാറ്റ സെറ്റ് ടൈപ്പ് ചെയ്യാണ്. 10, 20, 30, 40, 50 അങ്ങനെ എന്ത് ചെയ്തു? ഞാനൊരു ഡാറ്റ സെറ്റ് ടൈപ്പ് ചെയ്തു. ഈ ഡാറ്റ സെറ്റിൻ്റെ പ്രത്യേകത എനിക്ക് 10 കഴിഞ്ഞിട്ട് 20 വരുന്നത് അല്ലേ. 10ഉം 20യും തമ്മിലുള്ള റിലേഷൻ 10 ആണ്, ഡിഫറൻസ് 10 ആണ്. പിന്നെ 20 കഴിഞ്ഞിട്ട് പിന്നെ 30 വരുന്നത്. 20യും 30യും തമ്മിലുള്ള ഡിഫറൻസ് അന്തരം 10 ആണ്. അതുപോലെ 30 കഴിഞ്ഞാൽ പിന്നെ 40 വരുന്നത്. 30യും 40യും തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. 40 കഴിഞ്ഞിട്ട് പിന്നെ 50 ആണ് വരുന്നത്. അപ്പോൾ 40യും 50യും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 10 ആണ്. അപ്പോൾ ഈ ഒരു ഡാറ്റ തമ്മിൽ റിലേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? അങ്ങനെ 10, 20, 30, 40, 50 അങ്ങനെ ഓരോന്നും ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം 10, 20 എന്ന് 10ഉം 20യും ടൈപ്പ് ചെയ്തിട്ട് ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ഒരു പ്ലസിൻ്റെ കേഴ്സർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്ലസിൻ്റെ കേഴ്സർ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? താഴത്തോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. എക്സൽ എന്ത് ചെയ്തും അത് ഫില്ല് ചെയ്ത് തരും. ഈ ഒരു ഫീച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടോ ഫില്ല്. ഓക്കെ, ഇനി ഞാനിവിടെ എഫ് എന്ന് പറയുന്ന കോളത്തിൽ ഞാൻ 5 കൊടുത്തു, പിന്നെ ഞാൻ 10 കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും സെലക്ട് ചെയ്യാണ്, എന്നിട്ട് ഞാൻ ഓട്ടോ ഫില്ല് ചെയ്യാണ്. അപ്പോൾ തൊട്ട് താഴെ എനിക്ക് എങ്ങനെ കിട്ടുക? 15, 20 അങ്ങനെ ആയിരിക്കും. നമുക്ക് ജസ്റ്റ് നോക്കാം. നോക്കിയേ, 5 കഴിഞ്ഞിട്ട് 10, 10 കഴിഞ്ഞിട്ട് 15, 50 കഴിഞ്ഞിട്ട് 20, 20 കഴിഞ്ഞിട്ട് 25. അപ്പോൾ ഇത് രണ്ടും സെലക്ട് ചെയ്യുന്ന സമയത്ത് 5ഉം 10ഉം സെലക്ട് ചെയ്യുന്ന സമയത്ത് എക്സൽ എന്താ റീഡ് ചെയ്യുന്നത്? എക്സൽ എന്താ ക്യാച്ച് ചെയ്യുന്നത്? 5ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. അപ്പോൾ 5 ഡിഫറൻസിൽ വരുന്ന ഡാറ്റയാണ് ഇദ്ദേഹം തൊട്ട് താഴത്തേക്ക് ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് എക്സൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എക്സൽ എന്ത് ചെയ്യുന്നത്? തൊട്ട് താഴത്തേക്ക് നമുക്ക് ഓട്ടോ ഫില്ല് ചെയ്തിരുന്നത് 15, 20, 25 എന്ന് പറഞ്ഞിട്ട് ഓട്ടോ ഫില്ല് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ 1 എന്ന് ടൈപ്പ് ചെയ്തിട്ട് തൊട്ട് താഴെ 2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇനി ഞാനിത് രണ്ട് സെലക്ട് ചെയ്തിട്ട് ഓട്ടോ ഫില്ല് ചെയ്യുന്ന സമയത്ത് എനിക്കായിരിക്കും എങ്ങനെയായിരിക്കും ഡാറ്റ വരിക? 3, 4, 5, 6 അങ്ങനെ ഡാറ്റ വരും. ഓക്കെ, ഇനി ഞാൻ വെറും 1 എന്ന് ടൈപ്പ് ചെയ്തിട്ട് തൊട്ട് താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 2, 3 അങ്ങനെ വരില്ല. 1, 1, 1 എന്ന് മാത്രമേ വരുള്ളൂ. കാരണം അവിടെ എക്സൽ റിലേഷൻ ഫൈൻഡ് ചെയ്തിട്ടില്ല. ഇവിടെ 1 എന്ന് പറയുന്ന ഡാറ്റ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എക്സൽ എന്ത് ചെയ്യുന്നില്ല? അവിടെ റിലേഷൻ ഫൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എക്സൽ എന്താവും മനസ്സിലാക്കുന്നത്? ഇദ്ദേഹം ഈ ഒരു കോളത്തിൽ 1 എന്ന് പറയുന്ന എന്ന് പറയുന്ന സെല്ലിൽ, സെല്ലിൽ F2 എന്ന് പറയുന്ന സെല്ലിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഡാറ്റ ആയ 1, ഈ ഡാറ്റ തന്നെയാണ് തൊട്ട് താഴത്തേക്ക് കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് എക്സൽ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് നമ്മളിവിടെ 1ന്റെ തൊട്ട് താഴെ 2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട്
ഫില്ല് ചെയ്യുന്ന സമയത്ത് എക്സൽ എന്ത് മനസ്സിലാക്കും, ഈ 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്, 1 ഡിഫറൻസ് വരുന്ന ഡാറ്റയാണ് ഇദ്ദേഹം താഴത്തേക്ക് ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് എക്സൽ ക്യാച്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ കിട്ടും, 1 2 3 4 5 അങ്ങനെ ഡാറ്റ കിട്ടും. ഓക്കെ, ഈ ഒരു ഫീച്ചറിന് നമ്മൾ ഓട്ടോ ഫിൽ അഥവാ ഫിൽ ഹാൻഡ് എന്നാണ് പറയുക കേട്ടോ. സോ ഇനി ഇപ്പോൾ നമുക്ക് ന്യൂമറിക്കൽ ഡാറ്റ മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഇവിടെ ഡേയ്സ് ടൈപ്പ് ചെയ്തു, മൺഡേന്ന് ടൈപ്പ് ചെയ്തിട്ട് തൊട്ട് താഴെ ഞാൻ ട്യൂസ്ഡേ എന്ന് കൊടുക്കണ്ട, കാരണം എക്സലിന് അറിയാം മൺഡേ കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ ആണെന്ന്. ഞാൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് എങ്ങനെ വരും നോക്കിയേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇനി അത് തൊട്ട് താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, സൺഡേ, പിന്നെ അത് ടേൺ ചെയ്യും മൺഡേ, ട്യൂസ്ഡേ അങ്ങനെ വരും. ഇനിയിപ്പോൾ ഡേയ്സ് മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഇവിടെ ജനുവരി എന്ന് കൊടുക്കുകയാണ്, എനിക്ക് തൊട്ട് താഴത്തേക്ക് ഫെബ്രുവരി മാർച്ച് ഡിസംബർ വരെ കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, തൊട്ട് താഴത്തേക്ക് എന്ത് ചെയ്താൽ മതി, ഡ്രാഗ് ചെയ്താൽ മതി. ഇപ്പോൾ നോക്കിയേ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ നവംബർ, ഡിസംബർ വരെ. ഇനി അത് തൊട്ട് താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും ടേൺ ചെയ്യും, ജനുവരി, ഫെബ്രുവരി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ടേൺ ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെ ഡേ നമ്പേഴ്സ് മാത്രമല്ല, ഡേ മാത്രമല്ല, മന്ത് മാത്രമല്ല, അപ്പോൾ നമ്മൾ എന്തെങ്കിലും കോഡ് ജനറേറ്റ് ചെയ്യാണ്, P01 എന്ന് പറഞ്ഞിട്ട് കോഡ് ജനറേറ്റ് ചെയ്യാണ്. തൊട്ട് താഴെ നമുക്ക് P02 എന്ന് പറഞ്ഞിട്ടുള്ള കോഡാണ് വേണ്ടത്. അപ്പോൾ P02 എന്ന് ടൈപ്പ് ചെയ്യുന്ന കൊടുക്കുന്നതിന് പകരം എനിക്ക് എന്ത് ചെയ്താൽ മതി, P01 സെലക്ട് ചെയ്തിട്ട് തൊട്ട് താഴെ തൊട്ട് എന്ത് ചെയ്താൽ മതി, ഡ്രാഗ് ചെയ്താൽ മതി. നോക്കിയേ, P02, P03, P04, P05, P14 അങ്ങനെ എന്ത് ചെയ്യും, ഡാറ്റ എനിക്ക് ഓട്ടോ ഫിൽ ചെയ്ത് തരും. ഓക്കെ, ഇനി ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് ഞാൻ എ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി അത് തൊട്ട് താഴത്തേക്ക് സെലക്ട് ചെയ്തിട്ട് തൊട്ട് താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എ എന്നാണ് വരിക. ഇനി ഞാൻ എ തൊട്ട് താഴെ ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ തൊട്ട് താഴെ ബി എന്ന് ടൈപ്പ് ചെയ്തിട്ട് അത് രണ്ടും സെലക്ട് ചെയ്തിട്ട് ഓട്ടോ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്നെ വരിക, എ ബി. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്ത് ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എക്സലിൽ ഓട്ടോ ഫില്ല് ചെയ്യാൻ പറ്റൂല. ന്യൂമറിക്കൽ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ന്യൂമറിക്കൽ ഡാറ്റ നമുക്ക് ഓട്ടോ ഫില്ല് ചെയ്യാൻ പറ്റും. ഡേയ്സ് നമുക്ക് ഓട്ടോ ഫില്ല് ചെയ്യാൻ പറ്റും, മന്ത്സ് നമുക്ക് ഓട്ടോ ഫില്ല് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു കോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോ ഫില്ല് ചെയ്യാൻ പറ്റും. ഫോർമുലാസ് ഓട്ടോ ഫില്ല് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഫംഗ്ഷൻസ് ഓട്ടോ ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓട്ടോ ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഓട്ടോ ഫില്ല് എന്ന് പറയുന്ന ഫീച്ചറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇനി നമുക്ക് ബാക്ക് ടു ഫോർമുലയിലേക്ക് തന്നെ പോവാം. എനിക്ക് ഇവിടെ ഞാൻ 10, 20, 30, 40, 50 കുറേ ഡാറ്റ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 3, 2, 5, 6, 3 അങ്ങനെ കൊടുത്തു. ഇനി എനിക്ക് എഫ് എന്ന് പറയുന്ന കോളത്തിൽ ഈ രണ്ട് ഡാറ്റയും ടൈപ്പ് ചെയ്ത് കിട്ടുന്ന അഡീഷൻ എന്ന് പറയുന്ന റിസൾട്ട് എനിക്ക് കിട്ടണം. എഫ് എന്ന് പറയുന്ന കോളത്തിൽ ഈ രണ്ട് ഡാറ്റയും, ഡി എന്ന് പറയുന്ന കോളത്തിലെ ഡാറ്റയും ഇ എന്ന് പറയുന്ന കോളത്തിലെ ഡാറ്റയും ആഡ് ചെയ്തിട്ടിരുന്ന റിസൾട്ടാണ് അഡീഷൻ എന്ന് പറയുന്ന ഈ ഒരു എഫ് എന്ന് പറയുന്ന ഈ ഒരു കോളത്തിൽ കിട്ടേണ്ടത്. ഇനി തൊട്ടപ്പുറത്തെ കോളത്തിൽ എനിക്ക് സബ്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള റിസൾട്ട് കിട്ടണം. ദെൻ തൊട്ടപ്പുറത്തെ കോളത്തിൽ എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ള റിസൾട്ട് കിട്ടണം. തൊട്ടപ്പുറത്തെ കോളത്തിൽ എനിക്ക് ഈ ഡാറ്റ തമ്മിൽ ഡിവിഷൻ ചെയ്തിട്ടുള്ള റിസൾട്ട് എനിക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഒരു നമുക്കറിയാം എക്സൽ എന്തൊരു ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, എന്തൊരു ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈക്വൽ സിമ്പിൾ കൊടുക്കണം അല്ലേ. എനിക്കിവിടെ റിസൾട്ട് കിട്ടേണ്ടത് ഈ ഒരു F2 എന്ന് പറയുന്ന സെല്ലിൽ എനിക്ക് റിസൾട്ട് കിട്ടേണ്ടത് 10ഉം 13ഉം 10ഉം 3ഉം ആഡ് ചെയ്തിട്ട് കിട്ടുന്ന 13 എന്ന് പറയുന്ന റിസൾട്ടാണ് കിട്ടുന്നത്. ഞാൻ ഈക്വൽ സിമ്പിൾ ഒന്നും ഇടാതെ 10+3 എന്ന് കൊടുത്തിട്ട് എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്ത് കിട്ടൂല, റിസൾട്ട് 13 എന്ന് കിട്ടൂല. സ്റ്റിൽ അവിടെ ഇങ്ങനെ കിടക്കുന്ന ഡാറ്റ 10+3 ആണ് കിടക്കുന്നത്. ഇവിടെ എനിക്ക് 13 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടണമെങ്കിൽ ഞാനിവിടെ അപ്ലൈ ചെയ്ത ഫോർമുലയുടെ മുന്നേ ഞാൻ എന്ത് കൊടുക്കണം, ഈക്വൽ സിമ്പിൾ കൊടുക്കണം. അപ്പോൾ ഈക്വൽ 10+3 എന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ 13 എന്ന റിസൾട്ട് കിട്ടും. ഇനി അടുത്ത് എങ്ങനെ കണ്ടെത്തുക, 20+2 ചെയ്താൽ എനിക്ക് 22 എന്ന് കിട്ടും. അടുത്തത് 30+5 ചെയ്താൽ എനിക്ക് എത്ര കിട്ടും, 35 എന്ന് കിട്ടും. അടുത്തത് 40+6 ചെയ്താൽ എനിക്ക് എത്ര കിട്ടും, 46 എന്ന് കിട്ടും. അടുത്തത് 50+3 ചെയ്താൽ എനിക്ക് 53 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഈ F2 എന്ന് പറയുന്ന സെല്ലിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോർമുല എനിക്ക് കിട്ടണമെങ്കിൽ
ഒന്നല്ലെങ്കിൽ ഫോർമുല ബാറിലേക്ക് നോക്കിയാൽ മതി. ഫോർമുല ബാറിൽ 13 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത ഫോർമുല എന്താ? ഈക്വൽ ടു 10+3 ആണ്. ഇനി F2 എന്ന് പറയുന്ന സെല്ലിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോർമുല ഇവിടെ തന്നെ റിഫ്ലക്റ്റ് ഷോ ചെയ്യിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി F2 എന്ന് പറയുന്ന സെല്ലിൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോർമുല ഈക്വൽ ടു 10+3 ആണ്. ഓക്കെ, ഇനി ഞാനിത് സബ്സ്ട്രാക്ഷൻ ചെയ്യാണ്. ഈക്വൽ ടു 10 - 3 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. അടുത്തത് ഈക്വൽ ടു 20 - 2 ചെയ്താൽ എനിക്ക് എത്ര റിസൾട്ട് കിട്ടും? 18 എന്ന് കിട്ടും. അടുത്തത് 30 - 5 ചെയ്താൽ എനിക്ക് എത്ര റിസൾട്ട് കിട്ടും? 25 എന്ന് കിട്ടും. അടുത്തത് 40 - 6 എന്ന് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 34 എന്ന് കിട്ടും. അടുത്തത് 50 - 3 ചെയ്താൽ എനിക്ക് എത്ര കിട്ടും റിസൾട്ട്? 47 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ അഡീഷനും ചെയ്തു, സബ്സ്ട്രാക്ഷനും ചെയ്തു. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുന്ന നോക്കാം. ഈക്വൽ ടു 10 × 3 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 13 എന്ന് കിട്ടും. അടുത്തത് 20 × 2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 14 എന്ന് കിട്ടും. അടുത്തത് 30 × 5 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 150 എന്ന് കിട്ടും. അടുത്തത് 40 × 6 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 240 എന്ന് കിട്ടും. അടുത്തത് 50 × 3 ചെയ്താൽ നമുക്ക് എത്ര റിസൾട്ട് കിട്ടും? 150 എന്ന് കിട്ടും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഇനി നമുക്ക് ഡിവിഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഈക്വൽ ടു 10 / 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3.33 എന്ന് കിട്ടും. ഇനി അടുത്തത് 20 / 2 ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. അടുത്തത് 30 / 5 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അടുത്തത് 40 / 6 എന്ന് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 6.66 എന്ന് കിട്ടും. അടുത്തത് 50 / 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 16.66 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തു. ഫോർമുല വെച്ചിട്ട് എങ്ങനെയാണ് അഡീഷൻ ചെയ്യുക, എങ്ങനെയാണ് സബ്സ്ട്രാക്ഷൻ ചെയ്യുക, എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുക എന്നാണ് നമ്മൾ നോക്കിയത് അല്ലേ. ഫോർമുല വെച്ചിട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോർമുല സെൽ റെഫറൻസ് അഥവാ സെൽ അഡ്രസ്സ് ഉപയോഗിക്കാതെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്തത്. ഇങ്ങനെ സെൽ അഡ്രസ്സ് വെക്കാതെ, സെൽ റെഫറൻസ് വെക്കാതെ ആണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നതെങ്കിൽ അതിന് ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമ്മുടെ ഡാറ്റ സെറ്റ് ഇതാണല്ലോ. ഇതാണ് നമ്മുടെ എന്ത് ഡാറ്റ സെറ്റ്? 10, 20, 30, 40, 50, 3, 2, 5, 6, 3. ഇതാണ് നമ്മുടെ ഡാറ്റ സെറ്റ്. ഈ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ പറഞ്ഞ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഡാറ്റയിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അഡീഷൻ എന്ന്, ഫോർ എക്സാമ്പിൾ ഇവിടെ 10 എന്ന് പറയുന്ന ഡാറ്റ 20 ആവണമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അഡീഷൻ എന്ന് പറയുന്ന കോളത്തിൽ എത്ര ആവണം? റിസൾട്ട് എത്ര വരണം? 23 എന്ന് വരണം. ഞാൻ എൻ്റർ കീ അടിച്ചു. ഇവിടെ റിസൾട്ട് സ്റ്റിൽ എത്ര തന്നെയാണ്? 13 ആണ്, 23 ആയിട്ടില്ല. അപ്പോൾ ഇവിടെ 23 ആവണമെങ്കിൽ ഞാനിവിടെ ഇവിടെയും 10 ഉള്ള എത്ര ആക്കി കൊടുക്കേണ്ടി വരും? 20 ആക്കി കൊടുക്കേണ്ടി വരും. ഇനി എൻ്റർ കീ അടിച്ചാലാണ് ഇവിടെ എന്ത് വരുള്ളൂ? 23 വരുള്ളൂ. അപ്പോൾ ഇൻപുട്ടിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എവിടെയും മാറ്റം വരുത്തൂല, ഔട്ട്പുട്ടിൽ മാറ്റം വരുത്തൂല. നമ്മൾ സെൽ റെഫറൻസ് അഥവാ സെൽ അഡ്രസ്സ് ഉപയോഗിക്കാതെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, ഇനി നമ്മൾ സെൽ റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നതെങ്കിൽ അഥവാ സെൽ അഡ്രസ്സ് വെച്ചിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുന്നതെങ്കിൽ ഇൻപുട്ടിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഔട്ട്പുട്ടിൽ മാറ്റം ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ അഡീഷന് സെൽ റെഫറൻസ് വെച്ചിട്ട് അഥവാ സെൽ അഡ്രസ്സ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ അഡീഷൻ ചെയ്യുന്നതെങ്കിൽ ഈക്വൽ ടു 10 എന്ന് പറയുന്ന ഡാറ്റ കിടക്കുന്ന സെല്ല് ഞാൻ പോയിന്റ് ചെയ്യാണ്. D2 പ്ലസ് 3 എന്ന് പറയുന്ന ഡാറ്റ കിടക്കുന്ന സെൽ ഞാൻ സെലക്ട് ചെയ്തു E2. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത ഇവിടെ ഞാൻ 10+3 എന്നല്ല കൊടുത്തത്, 10ഉം 3യും കിടക്കുന്ന സെല്ല് അഡ്രസ്സാണ് കൊടുത്തത് അല്ലേ. D2 + E2 ആണ് കൊടുത്തത്. ഇനി എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് തന്നെ റിസൾട്ട് കിട്ടും? 13 തന്നെ റിസൾട്ട് കിട്ടും. ഇനി സെൽ റെഫറൻസ് വെച്ച് കഴിഞ്ഞാൽ സെൽ അഡ്രസ്സ് വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇവിടെ 20 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ അഡീഷൻ എന്ന് പറയുന്ന കോളത്തിൽ 13 ഉള്ളത് എത്രയായി മാറും? 23 ആയിട്ട് മാറും.
അപ്പോൾ സെൽ അഡ്രസ്സ് വെച്ചിട്ട് സെൽ റെഫറൻസ് വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻപുട്ടിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഔട്ട്പുട്ടിൽ എന്തുണ്ടാക്കും? ചേഞ്ച് ഉണ്ടാക്കും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഓക്കെ, സോ നമ്മൾ സെൽ റെഫറൻസ് വെച്ചിട്ട് സെൽ അഡ്രസ്സ് വെച്ചിട്ട് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കിയത് അല്ലേ. അപ്പോൾ സെൽ റെഫറൻസ് അഥവാ സെൽ അഡ്രസ്സ് വെക്കാതെയാണ് ഞാൻ കാൽക്കുലേഷൻ ചെയ്യുന്നതെങ്കിൽ 10+3 റിസൾട്ട് എനിക്ക് എന്ത് കിട്ടും? 13 തന്നെ കിട്ടും. പക്ഷെ ഇതിൻ്റെ ഒരു പോരായ്മ എന്താ? ഇൻപുട്ടിൽ ഇപ്പോൾ ഇവിടെ 3 എന്നുള്ളത് 4 ആയി മാറുകയാണെങ്കിൽ അഡീഷൻ എന്നുള്ള കോളത്തിൽ 13 ഉള്ളത് 14 ആയി മാറൂല. അഡീഷൻ എന്ന് പറയുന്ന കോളത്തിൽ 13 ഉള്ളത് 14 ആയി മാറണമെങ്കിൽ ഇവിടെയും നമ്മൾ 3 ഉള്ളത് എത്രയായി ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും? 4 ആയി ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി നേരെ മറിച്ച് നമ്മൾ സെൽ റെഫറൻസ് ആണ്, സെൽ അഡ്രസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ 10+3 എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം D2 + E2 അങ്ങനെ സെൽ റെഫറൻസ് സെൽ അഡ്രസ്സ് നമ്മൾ പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 3 എന്നുള്ളത് 4 ആക്കി കൊടുക്കുകയാണെങ്കിൽ റിസൾട്ട് 13 ഉള്ളത് എന്താവും? ഓട്ടോമാറ്റിക്കലി 14 ആയി മാറും. അപ്പോൾ ഇൻപുട്ടിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഔട്ട്പുട്ടിലും ചേഞ്ച് ഉണ്ടാക്കും. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. സെൽ റെഫറൻസ് വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്താൽ ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് നമുക്കിത് ഓട്ടോ ഫിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഡാറ്റ നമ്മൾ ഈ ഒരു സെൽ റെഫറൻസ് വെക്കാതെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നതെങ്കിൽ 10+4 14. ഇനി നമ്മൾ സെൽ റെഫറൻസ് ഒന്നും വെച്ചില്ല, സാധാരണ അപ്ലൈ ചെയ്തൊരു ഫോമിലാണ് നമ്മൾ അപ്ലൈ ചെയ്തത് അല്ലേ. 10+4 സെൽ റെഫറൻസ് വെക്കാതെയാണ് നമ്മൾ ഫോമിൽ അപ്ലൈ ചെയ്ത്. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് ഓട്ടോ ഫിൽ ചെയ്യാൻ പറ്റില്ല. ഓട്ടോ ഫിൽ ചെയ്താലും എനിക്ക് എന്താ കിട്ടുക? എല്ലായിടത്തും 14 അങ്ങനെ റിസൾട്ട് കിട്ടുക. ഇവിടെ ആക്ച്വലി എത്ര റിസൾട്ട് വരേണ്ടത്? 20+2 ചെയ്തിട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന 22 ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ എത്ര തന്നെ വന്നത്? 14 തന്നെ വന്നത്. ഇവിടെ 35 എന്നാണ് വരേണ്ടത്. പക്ഷേ എനിക്ക് ഇവിടെ റിസൾട്ട് എത്ര തന്നെയാണ്? 14 തന്നെ വന്നത്, 14 തന്നെ വന്നത്. ഓക്കെ, അപ്പോൾ സെൽ റെഫറൻസ് വെക്കാതെയാണ് ഞാൻ ഫോമിൽ അപ്ലൈ ചെയ്തെങ്കിൽ ആ ഫോമിൽ തൊട്ട് താഴത്തേക്ക് കോപ്പി ചെയ്യുന്ന സമയത്ത് ആ ഫോമിലല്ല കോപ്പി ആവുന്നത്, നേരെ മറിച്ച് എന്താണ്? ഈ ഒരു F2 എന്ന് പറഞ്ഞ കോളത്തിലുള്ള ഡാറ്റയാണ് തൊട്ട് താഴത്തേക്ക് കോപ്പി ചെയ്യുന്നത്. ഇനി നേരെ മറിച്ച് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ സെൽ റെഫറൻസ് വെച്ചിട്ട് ഞാൻ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ D2 + E2 അങ്ങനെ സെൽ റെഫറൻസ് വെച്ചിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുന്നതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഓട്ടോ ഫിൽ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 20+2 ആഡ് ചെയ്തിട്ടുള്ള 22 കിട്ടി. നേരത്തെ എനിക്ക് അങ്ങനെ കിട്ടിയില്ലായിരുന്നു. സെൽ അഡ്രസ് വെക്കാതെ ഞാൻ സാധാരണ ഫോമിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇപ്പം ഞാൻ എന്ത് ചെയ്തു? സെൽ റെഫറൻസ് വെച്ച സമയത്ത് ഇവിടെ എന്ത് ചെയ്തു? എനിക്ക് ഓട്ടോ ഫിൽ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? താഴത്തോട്ട് റിസൾട്ട് ഓട്ടോമാറ്റിക്കലി എനിക്ക് എക്സൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. 22 എന്നും 35 എന്നും അങ്ങനെ റിസൾട്ട് എന്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്ത ഫോമിൽ നോക്കിയാൽ D2 + E2 ആണ്. തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ അത് എന്തായി മാറും? D3 + E3 ആവും. ഏറ്റവും താഴെ 53 എന്നുള്ളിടത്ത് എന്ത് വരും? D6 + E6 എന്ന് വരും. ഓക്കെ, അതാണ് മറ്റൊരു ബെനിഫിറ്റ്. സെൽ റെഫറൻസ് വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്താലുള്ള മറ്റൊരു ബെനിഫിറ്റ്. ഇനി ഞാൻ സബ്സ്ട്രാക്ഷനും ഇതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? സെൽ റെഫറൻസ് വെച്ചിട്ട് ചെയ്യാണ്. D2 - E2. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി അടുത്തത് ഞാനിങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? D3 - E3 എന്ന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതെന്ത് ചെയ്താൽ മതി? ഈ ഒരു ഡാറ്റ 6 എന്ന് പറയുന്ന ഡാറ്റ തൊട്ട് താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി റിസൾട്ട് എക്സൽ ഫൈൻഡ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ അഡീഷൻ ചെയ്തു, സബ്സ്ട്രാക്ഷൻ ചെയ്തു. ഇനി മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് സെൽ റെഫറൻസ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ മൾട്ടിപ്ലിക്കേഷന് ഞാൻ എന്ത് ചെയ്യാണ്? സെൽ റെഫറൻസ് വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. = D2 × E2. ഇനി എന്ത് ചെയ്താൽ മതി? ഡ്രാഗ് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്ത് തരും? എക്സൽ ഓട്ടോമാറ്റിക്കലി ആ റിസൾട്ട് ഫൈൻഡ് ചെയ്ത് തരും. ഞാൻ ഇതേപോലെ തന്നെ ഡിവിഷനും ചെയ്യാൻ പോവാണ്. ഡിവിഷൻ ചെയ്യാനായിട്ട് 10/4 D2 / E2 എന്ത് കിട്ടും? 2.5 എന്ന് കിട്ടും. ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഡാറ്റ എന്ത് ചെയ്യാൻ മതി? ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. എക്സൽ എന്ത് ചെയ്തും ആ ഡാറ്റ എനിക്ക് ഓട്ടോ ഫിൽ ചെയ്ത് തരും. റിസൾട്ട് എനിക്ക് ഓട്ടോ ഫിൽ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ എക്സലിൽ എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഫോമുല അപ്ലൈ ചെയ്യാനാണ് നമ്മൾ നോക്കിയത്. സെൽ റെഫറൻസ് വെച്ചിട്ട് അഡീഷൻ നോക്കി, സബ്സ്ട്രാക്ഷൻ നോക്കി, മൾട്ടിപ്ലിക്കേഷൻ നോക്കി, ഡിവിഷൻ നോക്കി. ഇനി നമുക്ക് ഞാൻ കുറച്ച് ഡാറ്റ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സലുമായി ബന്ധപ്പെട്ട കുറച്ച് ഇല്ലുസ്ട്രേഷൻസ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മലപ്പുറത്തുള്ള മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ
കുറച്ച് സ്റ്റുഡൻസിന് കിട്ടിയ ഇൻറ്റേർണൽ മാർക്കും റിട്ടേൺ മാർക്കും കൊടുത്തിട്ടുണ്ട്. ഇൻറ്റേർണൽ മാർക്ക് ഔട്ട് ഓഫ് 25 ആണ്, റിട്ടേൺ മാർക്ക് ഔട്ട് ഓഫ് 75 ആണ്. നമ്മൾ എന്ത് കണ്ടെത്തണം? ടോട്ടൽ മാർക്ക് കണ്ടെത്തണം. ഫൈൻഡ് ടോട്ടൽ മാർക്ക് ബൈ യൂസിങ് ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ടോട്ടൽ മാർക്ക് കണ്ടെത്തണം. ഇപ്പോൾ അബിൻ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്ക് എങ്ങനെ കണ്ടെത്തുക? ഈക്വൽ ടു അദ്ദേഹത്തിന് ഇൻറ്റേർണൽ മാർക്ക് 24 പ്ലസ് അദ്ദേഹത്തിൻ്റെ റിട്ടേൺ മാർക്ക് 55 ചെയ്തിട്ട് എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ മാർക്ക് എനിക്ക് എത്ര കിട്ടും? 79 എന്ന് കിട്ടും. ഇനി ബിൻസി എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് 22 പ്ലസ് എന്ത് ആഡ് ചെയ്താൽ മതി? അദ്ദേഹത്തിൻ്റെ റിട്ടേൺ മാർക്കായ 58 ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 80 എന്ന് കിട്ടും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ എന്താണ്? നമുക്ക് സെൽഫ് റെഫറൻസ് വെച്ച് ചെയ്യുന്നതാണ് ബെറ്റർ അല്ലേ? അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസൾട്ട് ഓട്ടോഫില്ല് ചെയ്യാൻ പറ്റും. എങ്ങനെയാണോ സെൽഫ് റെഫറൻസ് വെച്ചിട്ട് ചെയ്യുക? C3 പ്ലസ് D3. C3 എന്ന് പറയുന്ന സെല്ലിലാണ് 24 ഉള്ളത്, D3 എന്ന് പറയുന്ന സെല്ലിലാണ് 55 ഉള്ളത്. അപ്പോൾ സെല്ല് പോയിന്റ് ചെയ്തു. ഇനി എൻ്റർ കീ അടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? തൊട്ട് താഴത്തേക്ക് ഓട്ടോഫില്ല് ചെയ്താൽ മതി. ബാക്കിയുള്ളവരുടെയും ടോട്ടൽ മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ശ്രീജിത്ത് എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്ക് ഇവിടെ കണ്ടെത്താൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോമുല എന്തായിരിക്കും? C6 പ്ലസ് D6 എന്നായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഒന്നാമത്തെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതേപോലെ നമുക്ക് വർക്ക് 2 നോക്കാം. വർക്ക് 2ൽ ഒരു കമ്പനിയുടെ സെയിൽസ് റിപ്പോർട്ടാണ്. 2021-2024 സാമ്പത്തിക വർഷത്തിലെ 21 തൊട്ട് 24 വരെയുള്ള സാമ്പത്തിക വർഷത്തിലെ ഒരു ക്വാർട്ടറിലെ സെയിൽസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എന്ത് കണ്ടെത്തണം? ടോട്ടൽ സെയിൽസ് കണ്ടെത്തണം ബൈ യൂസിങ് ഫോമുല അപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ സെയിൽസ് കണ്ടെത്തണം. ഓക്കെ. അപ്പോൾ 2001 ടോട്ടൽ സെയിൽസ് കണ്ടെത്തണം, 22 കണ്ടെത്തണം, 23 കണ്ടെത്തണം, 24 കണ്ടെത്തണം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈക്വൽ ടു 21 കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തെ സെയിൽസ് കിടക്കുന്ന സെൽ റെഫറൻസ് ആയ B3 പ്ലസ് B4 പ്ലസ് B5 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2,42,500 എന്ന് കിട്ടും. ഇനി 2022 കണ്ടെത്താൻ വേണ്ടിയിട്ട് C3 പ്ലസ് C4 പ്ലസ് C5 അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഡാറ്റ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് റൈറ്റിലോട്ട് ഓട്ടോ ഫില്ല് ചെയ്താൽ മതി. ബാക്കിയുള്ളവരുടെയൊക്കെ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ വർക്ക് 2 ചെയ്തു. ഇനി നമുക്ക് വർക്ക് 3 നോക്കാം. XYZ ടെക്സ്റ്റൈൽ ഷോപ്പ്, മലപ്പുറത്തുള്ള XYZ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ സെയിൽസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രൊഡക്റ്റ് കോഡ് ഉണ്ട്, പ്രൊഡക്റ്റിൻ്റെ നെയിം ഉണ്ട്, പ്രൈസ് ഉണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മൾ എന്ത് കണ്ടെത്തണം? ടോട്ടൽ കണ്ടെത്തണം. എങ്ങനെ ടോട്ടൽ കണ്ടെത്തുക? പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട്. പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് കിഴിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോമുല എങ്ങനെയായിരിക്കും? ഈക്വൽ ടു C3 മൈനസ് D3. ഇനി എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും? നമുക്ക് 1200 എന്ന് കിട്ടും. ഇനിയിപ്പോൾ ഡിസ്കൗണ്ട് ഇവിടെ 50ക്ക് പകരം 100 ആണ്, 100 എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി എത്ര ചേഞ്ച് ചെയ്യും? 1200 നിന്ന് 1150 ചേഞ്ച് ചെയ്യും. അതാണ് സെൽ റെഫറൻസ് വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്താലുള്ള അഡ്വാൻറ്റേജ്. ഇൻപുട്ടിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എവിടെയും മാറ്റം വരുത്തിക്കോളും, ഔട്ട്പുട്ടിൽ മാറ്റം വരുത്തിക്കോളും. ഇനി ഇത് സെൽ റെഫറൻസ് വെച്ചിട്ട് ചെയ്താലുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്താ? നമുക്കിത് ഓട്ടോ ഫിൽ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവരതൊന്നും നമ്മളിങ്ങനെ ഫോമുല അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കാൽക്കുലേഷൻ നടത്തേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കാൽക്കുലേഷൻ നടത്തേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് താഴത്തോട്ട് ഡ്രാഗ് ചെയ്താൽ മതി, നമുക്ക് ഓട്ടോ ഫിൽ ചെയ്ത് തരും എക്സൽ റിസൾട്ട്. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഫോമുല, അതുപോലെ എങ്ങനെയാണ് ഓട്ടോ ഫിൽ ചെയ്യുക, ഫോമുല വെച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ അഡ്വാൻസ്ഡ് കാൽക്കുലേഷൻസ്, ഫോമുല വെച്ചിട്ടുള്ള അഡ്വാൻസ്ഡ് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ ഫോമുലയുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ നോക്കിയത്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.